പാതിവില സ്കൂട്ടർ തട്ടിപ്പ് കേസിൽ ബിജെപി സംസ്ഥാന നേതാവ് എൻ രാധാകൃഷ്ണൻ ചെയർമാനായ സൈൻ സൊസൈറ്റിക്ക് മുന്നിൽ പ്രതിഷേധം. എൻ രാധാകൃഷ്ണൻ പണം തരാമെന്ന് പറഞ്ഞു വഞ്ചിച്ചുവെന്നാണ് ആരോപണം. പണം ലഭിക്കാതെ തിരികെ പോകില്ലെന്നും പരാതിക്കാർ. അർച്ചന തയ്യാറാക്കിയ സമഗ്ര റിപ്പോർട്ടിലേക്ക്. പാതിവില സ്കൂട്ടർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഇപ്പോൾ നിരവധി പരാതിക്കാർ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. എൻ രാധാകൃഷ്ണൻ നേതൃത്വം നൽകുന്ന സൈൻ സൊസൈറ്റിയിലാണ് ഇപ്പോൾ ഒരു കൂട്ടം ആളുകളെത്തി പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പ്രധാനമായും ഇവർ പറയുന്നത് പലതവണയായി പണം നൽകാമെന്ന് പറഞ്ഞെങ്കിലും ഇവരെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ എൻ രാധാകൃഷ്ണൻ ഉൾപ്പെടെ ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ ഓരോ ദിവസവും ഇത്തരത്തിൽ പണം നൽകാമെന്ന് പറയും. എന്നാൽ ഇവിടെ എത്തുമ്പോൾ ഇവരെ വീണ്ടും മടക്കി അയക്കുകയാണ് പതിവ്. ചെക്ക് നൽകി ഇത്തരത്തിൽ മടക്കി അയക്കുന്നത് പതിവാവുകയാണ്. അതോടെയാണ് പ്രതിഷേധവുമായി ഒരു കൂട്ടർ എത്തിയത്. സ്കൂട്ടറോ അല്ലെങ്കിൽ പണമോ ലഭിക്കുന്നില്ല എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പരാതി. കഴിഞ്ഞ കുറെ മാസങ്ങളായി ഇവരിതിന് പിന്നാലെ നടക്കുകയാണ്. എന്നാൽ യാതൊരു തരത്തിലുള്ള നടപടിയും ഈ സൈൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടില്ല. മാത്രമല്ല എൻ രാധാകൃഷ്ണനെ പലതവണയായി ഇവർ ബന്ധപ്പെട്ടതാണ്. ചേട്ടാ, എത്ര രൂപയാണ് കിട്ടാനുള്ളത്? 63,500 രൂപ കിട്ടാനുണ്ട്. അതിപ്പോൾ 7 മാസമായി ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പല പ്രാവശ്യമായി പല കടലാസ് തുണ്ടിൽ സീൽ വെച്ച് തന്നു, ചെക്ക് വണ്ടി ചെക്ക് തന്നു. ഇപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ പറയണത് ഇപ്പോൾ ഒരു അവധി പറയണമെന്ന് വെച്ചാൽ ശനിയാഴ്ച ഇവിടെ എല്ലാം മുടക്കാണ്. ശനിയാഴ്ച നമ്മളെ അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസ അയക്കും. അത് കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ 3-4 ഗഡുവായിട്ട് പൈസ തരാമെന്നാണ് പറഞ്ഞത്. ഇത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. ഈ വന്നുള്ള 10-70 പേരുണ്ട്, അവർക്കൊന്നും സ്വീകാര്യമല്ല. കാരണം എന്താ കഴിഞ്ഞാൽ ഇവർ തരാമെന്ന് പറഞ്ഞ് കബളിപ്പിക്കുകയാണ്. എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വരാൻ പറഞ്ഞിട്ടാണ് വന്നത്. ഞങ്ങൾ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു വരാം. കുറേ നാളുകൾ വിളിച്ചിട്ട് ഒരു ഫോൺ എടുക്കാറില്ല, ആരും ഫോൺ എടുക്കാറില്ല, ഒരു പ്രതികരണം ഉണ്ടാവാറുണ്ടായപ്പോൾ ഒരു ദിവസം വിളിച്ചപ്പോൾ കിട്ടി. അപ്പോൾ പറഞ്ഞു ഇന്ന് വരാൻ പറഞ്ഞു. ഇന്ന് 15-ാം തീയതി അല്ലെങ്കിൽ 17-ാം തീയതി ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ആ 15-ാം തീയതി 17-ാം തീയതി ഒക്കെ വരാൻ പറഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. വന്നപ്പോൾ പറയുന്നത് ഇപ്പോൾ പൈസ ഇല്ല, പൈസ ഉണ്ടാവുന്നതനുസരിച്ച് കുറേശ്ശെ പല ഗഡുകളായിട്ട് തരാമെന്നാണ് പറഞ്ഞത് ഒരു കൊല്ലത്തിനുള്ളിൽ. രാധാകൃഷ്ണനെ വിളിച്ചപ്പോൾ ആള് ഫോണിൽ ആണ് പറഞ്ഞ വിവരമാണിത്. ഇങ്ങനെയാണ് ഇവർ പറയുന്നത്. ഇത്തരത്തിൽ നിരവധി ആളുകൾ ഈ സൈൻ ഓഫീസിന് മുന്നിൽ ഇങ്ങനെ തടിച്ചുകൂടിയിട്ടുണ്ട്. പലർക്കും ഈ 20,000-ന് മുകളിൽ രൂപകളാണ് കിട്ടാനുള്ളത്. സ്ത്രീകൾ ഉൾപ്പെടെയുണ്ട്. സ്കൂട്ടർ, ലാപ്ടോപ്പ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കിട്ടാൻ വേണ്ടി പണം നൽകിയവരാണ് ഇത്തരത്തിൽ വഞ്ചിതരായി ഇത്തരത്തിൽ വീണ്ടും ഈ ഓഫീസിന് മുന്നിൽ എത്തിയിരിക്കുന്നത്. ചേട്ടാ, എത്ര രൂപയാണ് കിട്ടാനുള്ളത്? എനിക്ക് 27,000 രൂപ കിട്ടാനുള്ളൂ. ഞാൻ സോളാർ പദ്ധതിക്ക് വേണ്ടി കൊടുത്ത പൈസയാണ്. പക്ഷേ എനിക്കത് ബാങ്ക് ലോൺ കിട്ടിയില്ല. ഇവരുടെ സൈറ്റ് ബാങ്കിന് ലഭ്യമല്ലാത്തതുകൊണ്ട് ബാങ്കുകാർ ലോൺ തരാൻ പറ്റില്ല എന്ന് അവർ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. ഓൾറെഡി നമ്മൾ ഇവിടെ റീഫണ്ടിന് വേണ്ടി എഴുതി കൊടുത്തിട്ട് ഏപ്രിൽ 5-ാം തീയതി തരാമെന്ന് പറഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ടാണ് ഏപ്രിൽ 5-ാം തീയതി നമ്മളിവിടെ വന്നത്. പിന്നീട് നമ്മൾ മെയ് 5-ാം തീയതി വരാൻ പറഞ്ഞു. മെയ് 5-ാം തീയതി വന്നപ്പോൾ ഒക്ടോബർ 10-ാം തീയതിക്കുള്ള 10-ാം മാസത്തിലേക്കുള്ള ഒരു ചെക്കാണ് എഴുതി തന്നേക്കണത്. പക്ഷേ ജൂലൈ 15-ാം തീയതി നിങ്ങൾ വന്ന് നോക്കുക, അത് അക്കൗണ്ടിലോട്ട് ആക്കി തരാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. പക്ഷേ ഇവരിങ്ങനെ പറയുമെന്നല്ലാതെ നമുക്ക് ഒരിക്കലും ഇവരിൽ നിന്ന് നമുക്ക് ഒരു ഉറപ്പില്ല. ഇവർ ഒരു വാക്ക് ഇങ്ങനെ പല ഡേറ്റുകൾ പറയും, പക്ഷെ നമുക്ക് കിട്ടും തരുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. അവർ പറയണത് ഇപ്പം നമ്മൾ ഈ ശനിയാഴ്ച പൈസ തരാമെന്നാണ് പറയണത്, ഈ ശനിയാഴ്ച. പക്ഷെ അതും ഉറപ്പല്ല. ഇവരിങ്ങനെ പറയുന്ന പോലെ പറയുന്നു. ഇങ്ങനെയാണ് ഓരോ ദിവസവും ഇങ്ങനെ ഡേറ്റ് നൽകുകയാണ്. അപ്പോൾ ഇവർ ആ ഡേറ്റ് വിശ്വസിച്ച് ഇവിടെ എത്തും. എന്നാൽ വീണ്ടും ഇത്തരത്തിൽ വഞ്ചിതരാകുകയാണ് എന്നാണ് ഇവർ പ്രധാനമായും പറയുന്നത്. ഇത്തരത്തിൽ ഒരുപാട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ചേച്ചി, എത്ര രൂപയാണ് കിട്ടേണ്ടത്? 63,500 തരാറുണ്ട്. ഇതിപ്പോൾ ആദ്യത്തെ തവണയാണ്? അല്ല, 5-ാമത്തെ തവണ. അവർ ഓരോ അവധി പറയുമ്പോൾ ആ അവധിക്കൊക്കെ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഫോൺ വിളിച്ച് അവർ എടുക്കുകയില്ല. എടുത്ത് തന്നെ അവർ അപമര്യാദയായി സംസാരിക്കുന്നത്, കട്ട് ചെയ്യുകയും ചെയ്യും. ഞങ്ങൾ നേരിട്ട് വന്നത്. അപ്പോൾ 5-ാമത്തെ പ്രാവശ്യമാണ്. ചെക്ക് അല്ല തന്നെ, അവർ ബാങ്കിൽ ക്രെഡിറ്റ് ആവുമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ രേഖകളൊക്കെ മേടിച്ചു എടുത്തിട്ട് ഞങ്ങൾക്കൊരു സ്ലിപ്പ് തന്നെ അവർ സൈൻ ചെയ്ത്, ഇതിന് വേണ്ടപ്പെട്ടവർ സൈൻ ചെയ്ത ഒരു പേപ്പറാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. രേഖകളുടെ അവരുടെ കയ്യിലാണ്. ബാങ്കിൽ ക്രെഡിറ്റ് ആവുന്ന ആ ഉറപ്പില്ല ഞങ്ങൾ പോയത്. ആ ഉറപ്പ് ഞങ്ങൾക്ക് അക്കൗണ്ടിൽ പൈസ ഡേറ്റും കഴിഞ്ഞ് 3 മാസമായി ഞങ്ങൾക്ക് ഡേറ്റ് കഴിഞ്ഞിട്ട്. ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. നിരവധി തവണ ഇവിടെ എത്തിയതാണ്. ഇപ്പോൾ ചെക്ക് തന്നിട്ടാണ് നേരത്തെ മടക്കിയത്? അല്ല, ചെക്ക് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ചെക്ക് തന്നാണ്. അത് മെയ് 31-ാം തീയതി ഡേറ്റ് ഇട്ട് അവർ തന്നു. ഞാൻ ബാങ്കിൽ കൊണ്ടേ കൊടുത്തു. 3 ദിവസം കഴിഞ്ഞപ്പോൾ ബാങ്കിൽ നിന്ന് മെസ്സേജ് വന്നു, ചെക്ക് ബൗൺസ് ആയി എന്നും പറഞ്ഞുകൊണ്ട്. ഞാൻ പോയി ചെക്ക് മേടിച്ചു. അത് എനിക്ക് ഒരു ചെറിയ ജോലി ഉള്ളതുകൊണ്ട് വരാനും പറ്റിയില്ല. ഇപ്പോഴാണ് ഞാൻ പിന്നെ വന്നത്. അപ്പോൾ വന്നപ്പോൾ അവരോട് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ അവർ പറയുന്നത് ശനിയാഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും പല ഗഡുക്കളായിട്ട് ക്യാഷ് തരാം എന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ എന്ത് ഉറപ്പിലാണ് ഇവിടെ നിന്ന് പോണത്? ശനിയാഴ്ച ഞങ്ങൾ ഇനിയും ഞങ്ങളുടെ അക്കൗണ്ടിൽ ക്യാഷ് കയറിയില്ല എന്ത് ചെയ്യും? പിന്നെ ഞങ്ങൾ ഇവിടെ വരണ്ടേ? പരാതി നൽകാനടക്കം ശ്രമിച്ചിരുന്നു. പരാതി കൊടുക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ നമ്മൾ കുറേ പേര് കൂടിയിട്ട് വേണമല്ലോ പരാതി കൊടുക്കണമെങ്കിൽ. അതുകൊണ്ട് പരാതി കൊടുത്തില്ല.
വലിയ ആശങ്കയിലാണല്ലേ? ഭയങ്കര ആവശ്യമില്ല. 59,500 ഞാൻ അടച്ചേണ തുക. ഇത്തരത്തിൽ നിരവധിയായ ആശങ്കകളുമായിട്ടാണ് ആളുകൾ ഓരോ തവണയും എത്തുന്നത്. എന്നാൽ യാതൊരു തരത്തിലുള്ള നടപടിയും ഈ സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. മാത്രമല്ല എൻ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ നേതൃത്വം നൽകുന്ന ഒരു പദ്ധതി സൊസൈറ്റിയാണ്. അവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള അനുഭവം ഇവർക്ക് ഉണ്ടാകുന്നത്. എന്തായാലും പ്രതിഷേധവുമായി ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. മാത്രമല്ല എൻ രാധാകൃഷ്ണൻ നേരത്തെ ഇത്തരത്തിൽ കോടികളുടെ ഇടപാട് ഈ മുഖ്യപ്രതിയായ അനന്തകൃഷ്ണനുമായി നടത്തിയിട്ടുണ്ടെന്നടക്കം കണ്ടെത്തിയതാണ്. ഇതുമായി ബന്ധപ്പെട്ട് കേസടക്കം നടക്കുകയാണ്. എന്തായാലും ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് ഈ വഞ്ചിതരായ ആളുകൾ അവർ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ക്യാമറമാൻ അഖിഷയോടൊപ്പം അർച്ചന വിനോദ്, കൈരളി ന്യൂസ്, കൊച്ചി.